സൈറ്റ് കണ്ടപ്പോൾ എനിക്കുണ്ടായിരുന്നൊരു ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു റെക്ടാങ്കുലർ ഷേപ്പാണ്. റെക്ടാങ്കുലർ ഷേപ്പിൽ മാത്രമല്ല, നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ഏറ്റവും സ്പേസ് കുറഞ്ഞ ഭാഗമായിട്ടാണ് ഫ്രണ്ടിൽ നിന്ന് നമുക്ക് വിഷ്വലിൽ കാണാൻ പറ്റുന്നുണ്ടാവുക. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചലഞ്ചായിരുന്നു. ഈ ഒരു സ്പേസിനെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. എൻ്റെ പേര് അഖിൽ നിഷീൻ. 10 വർഷമായിട്ട് ആർക്കിടെക്ചറൽ ഡിസൈനിങ് ആൻഡ് കൺസ്ട്രക്ഷൻ സെഗ്മെൻറ്റിൽ വർക്ക് ചെയ്യാണ്. ഞാൻ ഈ വർക്ക് ഫ്രീലാൻസ് ആയിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഈ വർക്ക് വരുന്നത് മലപ്പുറം വെള്ളോമ്പ്രം എന്ന സ്ഥലത്താണ്. ക്ലയൻറ്റിൻ്റെ പേര് മൊയ്തീൻ സാർ എന്നാണ്. നമ്മളെ പ്രൊജക്റ്റിൻ്റെ ഏരിയ വരുന്നത് 4600 സ്ക്വയർ ഫീറ്റാണ്. വർക്ക് ഏരിയ, കിച്ചണ്, സ്റ്റോറ്, ഡൈനിങ് സ്പേസ്, ഡബിൾ ഹൈറ്റിലുള്ളൊരു ഡൈനിങ് സ്പേസ് ആണ്. വാഷ് ഏരിയ, ചെറിയൊരു അബ്ലൂഷന്, കോമൺ ബാത്റൂം, പ്രയർ ഏരിയ, ലിവിങ്, സിറ്റ് ഔട്ട്, 6 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സിറ്റ് ഔട്ട് സ്പേസ് കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ പോർച്ചും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എക്സിക്യൂഷൻ്റെ സമയത്ത് പ്ലോട്ടിൻ്റെ ഒരു ഘടന മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കൂടുതലും സ്പേസുകൾ വെറുതെ കിടക്കാണ്ട് പരമാവധി സ്പേസിനെ യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു പ്ലാൻ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ഫ്രണ്ട് വ്യൂ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു കണ്ടംപററി സ്റ്റൈലും കാണുമ്പോൾ ഒരു ചെറിയ വീടായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. ഇൻസൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ പരമാവധി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്പേസ് പ്ലാൻ കൂടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ നമുക്ക് 5 ബെഡ്റൂംസ് ആണുള്ളത്. ഈ 5 ബെഡ്റൂംസും ഡിഫറെൻറ്റ് കളർ തീംസാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനുണ്ടായിരുന്നൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ഏജ് കാറ്റഗറി ഉള്ളവരാണ് അത് യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ്. മാസ്റ്റർ ബെഡ്റൂമിലാണെന്നുണ്ടെങ്കിൽ മാസ്റ്റർ ബെഡ്റൂമിൽ അവരുടെ ഏജിനോട് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, കളേഴ്സും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. കിഡ്സ് ബെഡ്റൂം ഉണ്ട് താഴെ, കിഡ്സിലും അതുപോലെ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പാരൻറ്റ് ബെഡ്റൂം ഉണ്ട്, പാരൻറ്റിലും ആ രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ളത്. മുകളിൽ 2ഉം കുട്ടികളുടെ ബെഡ്റൂമാണ്. അവർക്ക് താല്പര്യമുള്ള കളേഴ്സുകൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല ഈ ബെഡ്റൂമിലേക്കൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് വലിയ വിൻഡോസുമാണ് നമ്മൾ നാച്ചുറൽ ലൈറ്റിന് വേണ്ടി കൊടുത്തിട്ടുള്ളത്. എയർ സർക്കുലേഷൻ പ്രോപ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഈ സ്പേസ് പരിമിതി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒരു ഡ്രസ്സിങ് ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യാണ്ട് വാർഡ്രോബ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ബെഡ്റൂമിൻ്റെ ഒരു പോർഷനായിട്ട് തന്നെ നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ട്. മാക്സിമം സ്പേസ് വാർഡ്രോബിൽ അവൈലബിൾ ആവുന്ന രീതിയിലാണ് നമ്മൾ വാർഡ്രോബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു ലുക്ക് ഫീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പാനലിംഗ് വർക്കുകളെല്ലാം ഹെഡ് ബോർഡിൻ്റെ പോർഷനിൽ പാനലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂംസിലുപരി നമ്മൾ കൊടുത്തിട്ടുള്ളത് സ്റ്റഡി ഏരിയ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സ്മോൾ ഗാർഡൻ കൊടുത്തിട്ടുണ്ട്. മക്കളുടെ ഒരു ഫ്രീ ടൈമിലൊക്കെ വന്ന് അവർക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ചെറിയൊരു ഗാർഡനും അതിലൊരു സ്വിങ്ങൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് സെക്ഷനിൽ നമ്മൾ ലൈറ്റിങ്ങിന് വേണ്ടിയിട്ട് വലിയൊരു വിൻഡോസാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഡബിൾ ഹൈറ്റ് വിൻഡോ ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അതിൽ നമ്മൾ ഗ്ലാസ്സസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഗ്ലാസ്സിന് സാധാരണ രീതിയിൽ ചൂട് കൂടുതലായിരിക്കും. അതിനാൽ തന്നെ ആ ഒരു സെക്ഷനിൽ നമ്മൾ UV പ്രൊട്ടക്ഷൻ ഗ്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. കിച്ചണ് നമ്മൾ മോഡുലാർ കിച്ചണാണ് ചെയ്തിട്ടുള്ളത്. അക്രിലിക് ഫിനിഷാണ് കിച്ചൺ ക്യാബിനറ്റ്സിനൊക്കെ എക്സ്റ്റീരിയർ ഫിനിഷായിട്ട് കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല നമ്മളവിടെ ഒരു സ്പേസ് പ്ലാനിങ്ങിൽ റെഫ്രിജറേറ്റർ, വുഡൻ ഹോബ്സ്, സിങ്സിൻ്റെ ഒക്കെ ഡിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ആക്ച്വലി എന്താണോ നമ്മൾ സ്പെക്ക് ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ നമ്മൾ അതിൻ്റെ മെഷർമെൻറ്റ്സും കാര്യങ്ങളെല്ലാം ക്രോസ് ചെക്ക് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നോർമലി ഞാൻ പ്രൊജക്റ്റിനെ കാറ്റഗറൈസ് ചെയ്യുന്നത് ബേസിക്, സ്റ്റാൻഡേർഡ്, അഡ്വാൻസ്ഡ് എന്നുള്ള രീതിയിലാണ്. ഈ പ്രൊജക്റ്റ് ഈ എക്കണോമിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് പ്രൊജക്റ്റാണ്. ഇതിൻ്റെ ഒരു ഡിസൈൻ പാർട്ട് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ എക്സിക്യൂഷനിലേക്ക് ഞാൻ കോൺട്രാക്ടേഴ്സിന് സെലക്ട് ചെയ്തിട്ടുള്ളത് ഒരു അഡ്വാൻസ്ഡ് ലെവലിലുള്ള പ്രൊജക്റ്റുകളൊക്കെ ചെയ്ത് എക്സ്പീരിയൻസിലുള്ള ഒരു കോൺട്രാക്ടേഴ്സിനെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. സ്ട്രക്ചറിലും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇൻറ്റീരിയർ പോർഷൻസിലും ആ രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇൻറ്റീരിയർ ഫിറ്റ് ഔട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്തിട്ടുള്ളത് സ്പെക്കുല ഇൻറ്റീരിയേഴ്സ് മഞ്ചേരിയാണ്. സ്പെക്കുലയുടെ ഫാക്ടറിയും അവരുടെ സൈറ്റുകളും ഞാനും ക്ലയൻറ്റും പോയി വെരിഫൈ ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ അവർക്ക് വർക്ക് അഗ്രീഡ് ചെയ്യുന്നത്. ആസ് പെർ ഡിസൈൻ പ്രകാരം തന്നെ സ്പെക്കുല വർക്കെല്ലാം സൈറ്റിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. വാർഡ്രോബ്സ് ആയാലും മോഡുലാർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസുകളും സ്പെക്കുല തന്നെയാണ് ചെയ്തിട്ടുള്ളത്.
തീർച്ചയായിട്ടും അവരുടെ വർക്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അതിന് കാരണം അവർ ടൈം ഷെഡ്യൂൾ വെച്ചിട്ട് തന്നെ നമുക്ക് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. പെർഫെക്ഷനും ക്വാളിറ്റി മേക്ക് ഷുവർ ചെയ്തിട്ടുണ്ട്. ബഡ്ജറ്റ് നോർമലി നമ്മൾ വർക്കേഴ്സിന് വെച്ച് ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ, സൈറ്റിൽ വെച്ചിട്ട് മെറ്റീരിയൽസ് സപ്ലൈ ചെയ്ത് ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. ആ ഒരു കമ്പാരിസൺ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ടൈം ഡ്യൂറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്. നമ്മളൊരു ഇൻറ്റീരിയർ ടോട്ടലി ഒരു സൈറ്റിൽ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 to 5 months എങ്കിലും മിനിമം നമുക്ക് ടൈം വേണം ക്വാളിറ്റിയോട് കൂടി ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇതൊരു ഫാക്ടറി മെയ്ഡായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 40 days മേക്ക് ചെയ്യാനും ഒരു 6 days ഫിറ്റിങ്ങിന് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ തീർച്ചയായിട്ടും ടൈം ഡ്യൂറേഷൻ കുറക്കാൻ പറ്റും. അപ്പം എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നമുക്കൊരു ഫാക്ടറിയിൽ നിന്ന് വരുന്ന ഒരു പ്രൊഡക്റ്റ് ഒന്ന് സൈറ്റിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ക്വാളിറ്റി മേക്ക് ഷുവർ ചെയ്യുക. രണ്ടാമത് ടൈം മാനേജ്മെൻ്റ് ഉണ്ട്. പിന്നെ ബഡ്ജറ്റ് റിലേറ്റഡ് ആയിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ രീതിയിൽ എക്സ്പെൻസ് കുറച്ച് ചെയ്യാൻ പറ്റും. നമ്മൾ സൈറ്റിൽ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ മറ്റു പ്രൊഡക്റ്റുകൾക്ക് ഒരു പക്ഷേ ഡാമേജസ് വരാൻ സാധ്യതയുണ്ട്. വാള്, ഫ്ലോറ്, ഇത്തരം കാര്യങ്ങളെല്ലാം ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റുമെന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും ഞാൻ സ്പെക്കുലയുടെ വർക്കിൽ 99.9% സാറ്റിസ്ഫൈഡ് ആണ്. 1.5 വർഷം എടുത്തിട്ടാണ് ഇതിൻ്റെ ഡിസൈനിങ്ങും എക്സിക്യൂഷനും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളെ ക്ലയൻറ്റ് അബ്രോഡാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇവിടെ കൈകാര്യം ചെയ്യുന്നതിൽ ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. ഓരോ സ്റ്റേജിലും നമ്മൾ ക്ലയൻറ്റിനായിട്ട് ഡിസ്കസ് ചെയ്യും. ഓരോ വർക്കിംഗ് സ്റ്റേജിലും, കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് ഇൻറ്റീരിയറിൻ്റെ ഓരോ സ്റ്റേജിലും, ഇൻറ്റീരിയർ ആണെങ്കിലും MEP ആണെങ്കിലും ലാൻഡ്സ്കേപ്പ് എല്ലാം ഞാൻ ഡിസ്കസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഞാനിതൊരു ഫ്രീലാൻസ് വർക്ക് ആയതുകൊണ്ട് തന്നെ പാർഷ്യലി എൻ്റെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വർക്കിംഗ് ടൈം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ഞാൻ മാനേജ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ യൂസ് ചെയ്തിരുന്ന വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് അബോവ് ക്വാളിറ്റിയുള്ള വർക്കേഴ്സിന് മാത്രമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. കാരണം എറേഴ്സ് കുറക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഡ്രോയിങ്സ് റീഡ് ചെയ്ത് നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന വർക്കേഴ്സിന്, ടീംസിന് മാത്രമേ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വർക്കിൻ്റെ കാര്യത്തിലും ഞാനും എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ ടീംസും ഈ ഒരു വർക്കിൽ സാറ്റിസ്ഫൈഡ് ആണ്.